ഹലോ കൂട്ടുകാരെ, നമ്മുടെ സാബുദാന അഥവാ ചൗവരി വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് തയ്യാറാക്കിയല്ലോ. അപ്പോൾ സിമ്പിളാണ്, പക്ഷേ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കേണ്ടത് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ അത് ആദ്യമേ തന്നെ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് ഞാനൊരു 250 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. 280 ഗ്രാമോളം നമ്മുടെ ചൗവരി ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു ബൗളുണ്ടാകും കേട്ടോ, ഒരാൾക്ക് കഴിക്കാനുള്ള ഒരു ബൗളുണ്ടാവും. അപ്പോൾ അത് അവിടെ വെള്ളത്തിൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ എടുക്കുന്നത് ഞാൻ ചെമ്പരത്തിയുടെ ഉണങ്ങിയ ചെമ്പരത്തി പൂവുണ്ടല്ലോ, ചെമ്പരത്തിപ്പൂ ഉണങ്ങിയത് ഒരു പാത്രത്തിനകത്തോട്ടിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ എടുക്കുന്ന ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം ഉണങ്ങിയത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് തീർന്നു പോയി. അല്ലാതെ ഇപ്പോൾ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ശംഖുപുഷ്പമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ തന്നെ വെള്ളത്തിൽ തിളപ്പിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചൗവരി ഒന്ന് നല്ലപോലെ വെന്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് അതിനകത്ത് നിന്ന് നമുക്ക് 3 ആയിട്ട് തിരിച്ചെടുക്കാം. 3 ഭാഗമായിട്ട് എടുത്തതിന് ശേഷം ഒരു ഭാഗം നമ്മുടെ ചെമ്പരത്തിയുടെ ആ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ചെമ്പരത്തി വെള്ളത്തിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, വെള്ള കളറിൽ മാറ്റി വെച്ച് നമ്മുടെ ചൗവരി ഫുള്ളായിട്ടുള്ള മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 3 ലെയർ 3 കളറാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം നമ്മുടെ ശംഖുപുഷ്പം ഫ്രഷ് ആയിട്ടുള്ള ശംഖുപുഷ്പം ആയതുകൊണ്ട് അധികം അങ്ങോട്ട് കളറ് വന്നിട്ടില്ല. പക്ഷേ കുറച്ച് നേരം നല്ലപോലെ ഇട്ട് വയ്ക്കുവാണെങ്കിൽ നല്ല കളർ വരും കേട്ടോ. അതിനുശേഷം നമ്മുടെ ഒരു ബൗൾ എടുക്കുക. ബൗളിനകത്തോട്ട് ഓരോ ലെയറായിട്ട് നമ്മുടെ ഇത് വയ്ക്കുക. ആദ്യമേ വെള്ള കളറിൽ നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള ചൗവരി, അതിനുശേഷം നമ്മുടെ ശംഖുപുഷ്പത്തിനകത്ത് ചേർത്ത് ചൗവരി, അതിനുശേഷം നമ്മുടെ ചെമ്പരത്തിപ്പൂവിൽ ചേർത്ത് ശംഖുപുഷ്പം, അത് എടുത്തിട്ട് സെറ്റാകാൻ വേണ്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നമ്മുടെ തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് 1 ടേബിൾ സ്പൂൺ എടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതും കൂടി എടുത്ത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഒന്ന് കട്ടിയാകാൻ വേണ്ടി എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ചൗവരി സെറ്റാകാൻ വേണ്ടി ഞാനൊരു 1 മണിക്കൂർ സെറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇത് ഇങ്ങനെ നല്ല സൂപ്പറായിട്ട് ഇളകി വരും, നല്ല ജെല്ലി പോലെ ഇരിക്കും. അപ്പോൾ ഇതുപോലെ നല്ല ജെല്ലി പരുവത്തിലിരിക്കും. ഇപ്പം നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ കളറ് നല്ലപോലെ ഇല്ലാത്തതുകൊണ്ടാണ്, പക്ഷേ അതും കൂടി വരുമ്പോൾ നല്ലൊരു രസമായിരിക്കും കേട്ടോ. നല്ല സോഫ്റ്റാണ്. അത് അവിടെ ഒരു പാത്രത്തിലേക്ക് വയ്ക്കുക. അതിൻ്റെ പൊക്കത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും കോക്കനട്ട് മിൽക്കും കൂടി ചേർത്ത് ഇതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇതായി കഴിയുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് കേട്ടോ. ഒരു വെറൈറ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ ചൗവരിയും നമ്മുടെ തേങ്ങാപ്പാലും ഒക്കെ കൂടി ചേർത്തിട്ടുള്ളൊരു അടിപൊളി സ്വീറ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് മുന്നേ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.